ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഒരു പുറത്ത് പോകൽ ഒരു വ്ളോഗാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. രാവിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ജസ്റ്റ് ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എല്ലാവർക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, പുറത്തേക്ക് പോകാം. കുറേ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോയിൽ. ഐഡി ഇന്ന് പോകുന്ന ഇന്ന് പുറത്തേക്ക് ഓപ്പോസിറ്റ് എത്തുമ്പോൾ പിന്നെന്തുവാ കുറേ പ്ലാനിങ് ഉണ്ട് പർച്ചേസ് ഉണ്ട്. അതെ അതെ. പിന്നെ എനിക്ക് ഒരു മെറ്റീരിയൽ നോക്കാൻ കയറണം. പിന്നെന്തുവാ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കണം. രാവിലെ തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലും ഒന്നും കഴിച്ചിട്ടില്ല. ഫുഡ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്കൊരു സൺഡേ ആണല്ലോ, അത് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെന്താണ് പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് നമ്മൾ കാണാം. കാറിലല്ല പോകുന്നത്, സ്കൂട്ടിയിലാണ് പോകുന്നത്. ഹെൽമെറ്റ് അപ്പം ഇനി വെയിലത്ത് നിന്ന് കരിഞ്ഞു അപ്പോൾ ഓക്കെ ഗൈസ്, പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. ചട്ടി ഹെൽമെറ്റും വെച്ചിട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പം പോകാല്ലേ. 2 ജ്യൂസ് കൊണ്ടുപോകണടാ. ഓക്കെ, അപ്പം പോകാം ഗൈസ്. ഇനി ഞാൻ വീഡിയോ വേറെ ക്യാമറാമാന് മാറ്റുന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണോ? എന്നാൽ വീഡിയോ എടുക്കേണ്ട റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത്, ഓൾറെഡി പറഞ്ഞല്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ എത്തിയിട്ട് അവിടുത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാം. ആദ്യം ഫുഡ് കഴിക്കണം. അതെ, ഓക്കെ. നെക്സ്റ്റ് സമയത്ത് 3:30 സാരമില്ല. വയറിങ്ങനെ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. അങ്ങനെ പിന്നെ നമ്മൾ ഫസ്റ്റ് വണ്ടി നേരെ വെച്ച് പിടിച്ചത് ഫുഡ് കഴിക്കാനാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് ഹംസ റെസ്റ്റോറൻറ്റിലാണ് ഗൈസ്. ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വീട് പോലെയാണ് കാണാൻ. ഒരു വീട് തന്നെയാണെന്ന് തോന്നുന്നു. വീടിനെ അവർ ഹോട്ടലാക്കി റെസ്റ്റോറൻ്റ് ആക്കിയിട്ട് മാറ്റിയതാണെന്ന് തോന്നുന്നു. വീടിൻ്റെ ഒരു കാര്യങ്ങളെ മോഡലും കാര്യങ്ങളും അതുപോലെയാണ്. സിറ്റിങ് കാര്യങ്ങളെല്ലാം നല്ല രസമാണ്. ഒരു ചെറിയ എന്താ പറയേണ്ട ഒരു തട്ടുകടയിൽ പോയ ഒരു ചായപ്പിടിയെ പോയ ഒരു വൈബാണ് അവിടെ. അങ്ങനെ ഫൈനലി നമ്മൾ ചോറ് എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ അവർ വായലിട്ട്, ഇവിടെ വായലിലാണ് അവർ ചോറെല്ലാം സെർവ് ചെയ്യുക. വായലെല്ലാം കൊടുക്കാറ്. അതുതന്നെയാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ആ വായലിൽ ചോറ് തിന്നുന്ന സമയത്ത് എൻ്റെ മക്കളെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇവിടെ ആസ് യൂഷ്വൽ നെയ്ച്ചോറും പള്ളിക്കറിയും നെയ്ച്ചോറും അതുതന്നെയാണ് അവിടെ ഉള്ളൂ. ഒറ്റ ഐറ്റമേ ഉള്ളൂ. അതുതന്നെയാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റും. എല്ലാവരും അത് കഴിക്കാൻ തന്നെയാണ് അവിടെ ഓടിപ്പോകുന്നത്. പിന്നെ ഈ ഇലയിൽ തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ്. സൂപ്പറാ. റൈസ് ഒരു ഡിഫറെൻറ്റ് റൈസല്ലേ. ഇതോടെ കറിയൊന്നും വേണ്ട, പച്ചേ കഴിക്കാൻ പോകും. ഏത് ഭയങ്കര ടേസ്റ്റാണ്. സൂപ്പറാ. ഒരു ടേസ്റ്റ് അച്ചാർ. ഏറ്റവും ഞാൻ ഇവിടെ വരുന്നത് ഈ ബീഫ് കറി, ഈ അച്ചാർ. കഴിച്ചിട്ട് പറയാനുണ്ട്. സൂപ്പറാ. ഒന്നും പറയാനില്ല. ബീഫ് ചിക്കൻ പൊരിച്ചത് 2 പീസുണ്ടാവും. 3 പീസ് ഒരു പ്ലേറ്റിൽ 3 പീസ് ഉണ്ടാവും. വലിയ 3 പീസ് ഉണ്ടാവും. പിന്നെ അടുത്ത ചോറെന്തോ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. നമ്മൾ നേർച്ചക്കല്ല നമുക്ക് പള്ളിയിൽ നിന്നുള്ള ചോറ് കിട്ടൂലേ, അതുപോലത്തെ ഒരു ചോറാണ് അവിടുത്തെ. പിന്നെ കറിയും അതുപോലെ തന്നെ ബീഫിൻ്റെ കറിയും നല്ല അടിപൊളിയാണ്. പിന്നെ അച്ചാറും അടിപൊളിയാണ്. എല്ലാം ഒന്നിനൊന്ന് സൂപ്പറാണ്. ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് തിന്നാൻ അവിടെ പോയിട്ട്. അങ്ങനെ ഒരു ഇലയിൽ 1 മണി പോലും ചോറ് ബാക്കി വെക്കാണ്ട് ഫുള്ളും കംപ്ലീറ്റ് നല്ലോണം അടിച്ച് കയറ്റിയിട്ടുണ്ട് ഗൈസ്. അടിപൊളി, ഒരു രക്ഷയില്ലേന് സംഭവം. ഇല മടക്കിക്കോളൂ. ഭയങ്കര ടേസ്റ്റാണ്. പറയാൻ പറ്റില്ല. ചോറിന് കറിയൊന്നും വേണ്ട, ചുമ്മാ. അപ്പം എല്ലാം കാലിയായിട്ടുണ്ട് ഗൈസ്. ഒന്നുപോലും ഇല്ല. കറി ഒരു പ്ലേറ്റ് വരെ വേണ്ടിയില്ല, എല്ലാം കാലിയായി.
അങ്ങനെ നമ്മൾ കൈയെല്ലാം കഴുകി പോയിട്ട് പിന്നെ ബില്ല് പേ ചെയ്യാൻ പോയി. അപ്പോൾ ഇതാണ് ഹംസാസ് റെസ്റ്റോറൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു വീടിൻ്റെ ഒരു വൈബാണ് അവിടെ. ശരിക്കും പറഞ്ഞാൽ അതൊരു വീട് തന്നെ അതിനെ അവർ റെസ്റ്റോറൻ്റ് ആക്കിയിട്ട് മാറ്റിയതാണ്. നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ മനസ്സിലാവും അത്. പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ നേരെ നമ്മൾ ആവശ്യത്തിന് സ്ഥലത്തേക്ക് അവിടെ പോയിട്ട് അവിടെ റോഡിൽ സൈഡിൽ കണ്ട ഒരു സ്ഥലത്തുനിന്ന് ചായ കുടിച്ച് ഞാൻ ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഞാൻ ഉന്നക്കായി തിന്നുന്നത് ഗൈസ്. ഞാൻ ഉന്നക്കായി ഇവിടെ എനിക്ക് എവിടെ നോക്കിയാൽ കാണലില്ല. ഞാൻ കണ്ണിൽ കണ്ടാൽ വാങ്ങും, പക്ഷെ എവിടെയും ഞാൻ കാണലില്ല. ഇപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ കയറിയപ്പോഴാണ് ഇത് കണ്ടത്. പിന്നെ ഒന്നും നോക്കാണ്ട് അങ്ങ് വാങ്ങി. നല്ലൊരു അടിപൊളി ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഉമ്മാൻ്റെ ഷോപ്പിങ്ങിനായിട്ട് ക്ലോത്ത് എടുക്കാൻ പരാഗിലാണ് പോയത്. പരാഗിൽ കയറിയതേ ഓർമ്മയുള്ളൂ. പിന്നെ കീഞ്ഞ എന്താ പറയണ്ട അവിടെ ഞാൻ ഉറങ്ങിയാലോ എന്ന് ചിന്തിച്ചു പോയിക്ക്. ഈ ഉമ്മ എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. ഉമ്മാൻ്റെ ഡ്രസ്സ് കൂട്ടിയിട്ട് ഒരു സ്ഥലത്ത് ഉമ്മാക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക് ഒന്നും പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടില്ല. കുറേ എനിക്കൊന്ന് ഇതിലുള്ള ഡ്രസ്സ് മൊത്തം വലിച്ചിട്ടത് ഉമ്മ തന്നെയാന്ന് തോന്നുന്നത്. ക്ലോത്ത് മൊത്തം വലിച്ചിട്ടത് അത്രയും നോക്കിയിട്ട് ഒന്നും ഉമ്മാക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഉമ്മ അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് ആർക്കും എനക്കായാലും എൻ്റെ പാപ്പാക്കായാലും അനിയനക്കായാലും അങ്ങനത്തെ പെട്ടെന്ന് ഡ്രസ്സെല്ലാം എടുത്തിട്ട്, പക്ഷെ ഉമ്മ അങ്ങനെയല്ല. അങ്ങനെ അടുത്ത് എത്രയോ കാത്തിരിന് ശേഷം നമ്മൾ പിന്നെ ഷോപ്പിങ്ങിന് എങ്ങനെയല്ലോ ഞാൻ വലിച്ച് കീച്ച് കൊണ്ടുവന്ന് പിന്നെ നേരെ നമ്മൾ കുറേ കാലമായി നമ്മൾ 2-3 മാസത്തിൻ്റെ അടുത്തായി നമ്മളൊന്നും വീട്ടിൽ സാധനം വാങ്ങാത്തത്. വേറൊന്നും കൊണ്ടല്ല, സമയമില്ല ഗൈസ്. സമയം എന്ന് പറയുന്ന സാധനം നമുക്കില്ല. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും ഇതിപ്പോൾ ഞാൻ ശനിയാഴ്ചത്തെ വ്ളോഗാണ്, പക്ഷേ എനിക്ക് സമയമില്ലായ്മയും മടിയും ഇതെല്ലാം കൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ വ്ളോഗിൽ പെടുന്നത് ജാനുവരി 1 ന്യൂ ഇയറിൻ്റെ ഈ ദിവസമാണ് ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇനി ഇന്ന് തന്നെ അപ്ലോഡ് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ 2024 കഴിഞ്ഞ സൺഡേത്തെ വ്ളോഗാണ് ഇപ്പോഴാണ് ഇടുന്നത്, നോട്ട് ദ പോയിന്റ്. ഓക്കെ, അങ്ങനെ പിന്നെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അധികം ഇതിൽ ലാഗാക്കുന്നില്ല. ഞാൻ ഇതിൽ കുറേ ഫുള്ളും നമ്മൾ എന്തെല്ലാം ഗ്രോസറി ഐറ്റംസ് എടുക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറേ കാലത്തിന് ശേഷമുള്ള ഷോപ്പിംഗ് ആണിത്. ഇത്രയും ദിവസം സമയമില്ലായിട്ട് നമ്മളൊന്നും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് കുറേ ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിരുന്നു. മറ്റേ ഇത് മൊത്തം നമ്മൾ ഒരു കൊട്ട മൊത്തം നമ്മളെ സാധനങ്ങളായിരുന്നു. ഫ്രൂട്ട്സും പച്ചക്കറിയും എല്ലാ ഐറ്റംസും നമ്മൾ വാങ്ങിച്ചിരുന്നു. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പീഡപ്പായിട്ടൊന്ന് കണ്ടിട്ട് വന്നോ. അങ്ങനെ നമ്മൾ സാധനമെല്ലാം വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകേണ്ടിയിട്ട് വണ്ടി എടുക്കേണ്ടിയിട്ട് പോകുമ്പോഴാണ് വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തുനിന്ന് ഈ സംഭവം കാണുന്നത്. ഇത് അവിടുത്തെ പാർക്കിങ്ങിൽ നടന്ന ഒരു പരിപാടി. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പോത്തീസിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ കണ്ടിന്. പിന്നെ നമ്മൾ ഇറച്ചി പർച്ചേസിങ്ങെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കാം എന്താണ് സംഭവം. അപ്പോൾ അവരെ സംതിങ് ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. ഒരു നല്ലൊരു DJ പാട്ടെല്ലാം വെച്ചിട്ട് അവർ നല്ല വൈബാക്കിയിട്ട് ചില്ലാക്കിയിട്ട് ഒരു DJ ലൈറ്റിലായിട്ട് ഭയങ്കര ഒരു സംഭവം അടിപൊളിയായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അത് കേട്ടു. കുറച്ച് നേരം ഇരുന്നിട്ടുള്ളൂ, അധികം ഇരുന്നില്ല. കാരണം സമയം ഓൾറെഡി നല്ല ലേറ്റായി പോയിക്കേനു. അതുകൊണ്ട് നമ്മൾ അധികം ഒന്നും ഇരിക്കാണ്ട് കുറച്ച് മാത്രം കേട്ടിട്ട് പോയി. അപ്പോൾ കേടാ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ഇതുപോലത്തെ ഒരു അടിപൊളി വ്ളോഗായിട്ട് ഞാൻ വരാം. ഒരു ലോങ് വീഡിയോ, ഷോർട്ട് വീഡിയോ എല്ലാം ആയിട്ട് ഞാൻ വരാം. സ്റ്റേ ട്യൂൺ. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഒരു അടിപൊളി ന്യൂ ഇയർ ആവട്ടെ, പുതുവർഷം ആവട്ടെ. ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ കേടാ.